വിടുതലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിടുതല വൺ കണ്ടപ്പോൾ തന്നെ അറിയാം വിടുതല എന്താണെന്ന് നമുക്കൊരു അതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടും. അതിനകത്ത് സൂര്യ എന്ന നടൻ്റെ ഇതുവരെ കാണാത്തൊരു മുഖം സൂര്യനെ അതിൽ കണ്ടത്. സൂര്യ നമ്മൾ പലരെയും കോമഡിയിലൂടെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ സൂര്യ അതിനകത്ത് നമ്മളെ കരയിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് അത് രണ്ടാം ഭാഗത്തിലേക്ക് വരും. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അറിയാം ഈ പടം വെറ്റിമാരൻ്റെ പടമാണ്. അതായത് കാസ്റ്റിങ് ഭയങ്കരമായിരിക്കും. നല്ലോണം കാശ് മുടക്കി ഒരുപാട് കഷ്ടപ്പെട്ട് വനാന്തരങ്ങളിൽ ഷൂട്ട് ചെയ്തൊരു പടമാണ്. ഇതിനകത്ത് ആക്ടേഴ്സിനെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമോ ആ രീതിയിലെല്ലാം ഇതിൻ്റെ സംവിധായകൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വിജയ് സേതുപതി എന്ന് പറയുന്ന നടൻ്റെ ഒരു അന്യായ പെർഫോമൻസ്. അതായത് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വിജയ് സേതുപതി ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സൂപ്പർ പടമാണ്, ഏറ്റവും നല്ല വേഷമാണ്. അത് നമ്മളെ ശരിക്കും ലാസ്റ്റൊക്കെ വരുമ്പോൾ ശരിക്കും എന്നെ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. വിജയ് സേതുപതിയുടെ ആ ലാസ്റ്റ് സീനൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കരയാൻ പറ്റുന്നില്ലെങ്കിലും കരച്ചിൽ ഞാൻ അടക്കി പിടിച്ചു. ആ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ നഷ്ടം, ഭയങ്കര നഷ്ടം നമുക്ക് സംഭവിച്ച പോലെയാണ് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ അതിൻ്റെ മേക്കിങ്ങിൽ ഭയങ്കര സ്കില്ല് പുലർത്തിയിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് അവരുടെ ഭാഗങ്ങൾ വളരെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ കഥാപാത്രങ്ങൾ അവരുടെ വേഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അവരൊക്കെ അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു എന്ന് പറയാം എനിക്ക്. കൂടാതെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മഞ്ജു വാര്യർ, ഈ അടുത്ത കാലത്ത് മഞ്ജു വാര്യർ ചെയ്തതിൽ ഏറ്റവും സൂപ്പർ പടമാണ്. കാരണം അത്രയൊരു കാസ്റ്റിക്കാണ് മഞ്ജു വാര്യരെ കുറിച്ച് ഈ പടത്തിൽ നടത്തിയേക്കുന്നത്. നല്ലൊരു വ്യക്തിത്വമുള്ള കഥാപാത്രം. വിജയ് സേതുപതിയുടെ ഞാൻ കഥയിലേക്ക് കൂടുതൽ പോകില്ല, കാരണം കഥ കൂടുതൽ പറയുന്നില്ല. ആരാണ് മഞ്ജു വാര്യർ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിച്ചാൽ മതി. അപ്പം മഞ്ജു വാര്യരുടെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ടുള്ള കഥാപാത്രമാണ്. പത്രം എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ മഞ്ജു വാര്യർ ആരായെന്ന് നമുക്കറിയാം. അതൊക്കെ മേലെ അതൊരു വലിയ സമൂഹത്തിൻ്റെ വേറൊരു സ്റ്റൈൽ വരുന്നത്. പക്ഷെ ഇതല്ല, ഇത് നാട്ടിൻ പുറത്ത് സാധാരണക്കാരിയായിട്ട് ചെയ്തേക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അങ്ങനെ ആ കഥാപാത്രം നല്ല വിജയമായിട്ട് എനിക്ക് തോന്നിയത്. മഞ്ജു വാര്യരുടെ പ്രകടനം വളരെ നല്ലതായിരുന്നു. സൂര്യക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിലും വിജയ് സേതുപതിക്കാണ് ഇതിനകത്ത് ഉള്ള മെയിൻ റോള്. ആദ്യം മുതൽ അവസാനം വരെ വിജയ് സേതുപതിയുടെ പല മാനസങ്ങൾ, അതായത് പല മേക്കപ്പിൽ ഒക്കെയാണ് വിജയ് സേതുപതിനെ കാണുന്നത്. അതേപോലെ തന്നെ നമ്മളെ കരയിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഈ പടം ഈ ക്രിസ്മസ് റിലീസിന് അല്പം വയലൻസ് ഉണ്ട്. കാരണം വയലൻസ് എന്ന് പറയുന്ന കഥയുടെ ഭാഗമാണ്. ഒരു സർക്കാർ തലത്തിൽ വിടുതല എന്ന പടം അതിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട്, അതായത് ഒരു പോരാട്ട വീര്യമുള്ള കഥയാണ്. അതായത് പാവപ്പെട്ടവൻ അവൻ്റെ അവകാശങ്ങൾക്കും ഭൂമിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടി പടപൊരുതിയ ഒരു സമൂഹത്തിൻ്റെ കഥ പറയുന്ന പദമാണ്. അതിൽ കിഷോർ എന്ന് പറയുന്ന നടൻ, കിഷോറിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു മുഖം. കിഷോർ പല പടത്തിലും വില്ലൻ ലുക്കൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. കിഷോർ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സൂപ്പർ വേഷം തന്നെയാണ് ഇതിൽ ചെയ്തേക്കുന്ന ആ മാഷിൻ്റെ കഥാപാത്രം. നല്ല കഥാപാത്രമാണ്. അങ്ങനെ ഓരോ കഥാപാത്രവും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ. പലരുടെയും പേരെനിക്കറിയാൻ പാടില്ലെങ്കിലും അവരുടെ എല്ലാം പ്രകടനം വളരെ നന്നായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് വേദന തോന്നും. അതാണ് വിടുതല.